സിനിമയിൽ ലിറിക്സ് ചെയ്തിട്ടുണ്ട്. കമ്പോസിങ് എൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല. ഉള്ള അവസരം ആ സിനിമ നടക്കാതെ പോയതുകൊണ്ട്, അല്ലെങ്കിൽ നല്ല കുറച്ച് പാട്ടുകൾ ചെയ്യാൻ ശ്രമിച്ച് നന്നായിട്ട് അതിൻ്റെ എന്താ പറയുക, ഡയറക്ടർക്കും പ്രൊഡ്യൂസേഴ്സിനും ഒക്കെ ഇഷ്ടപ്പെട്ട കുറച്ച് ഈണങ്ങളൊക്കെ ചെയ്ത് വെച്ചിരുന്നു. ലിറിക്സ് ഞാൻ ചെയ്തിട്ടുള്ളത് വളരെ ഫസ്റ്റ് നമ്മളൊരു റീമേക്കിംഗ് സിനിമ, സിൽക്ക് സ്മിതയുടെ ജീവിതകഥ പറഞ്ഞിട്ടുള്ള സിൽക്ക് എന്ന് പറയുന്ന കന്നഡ മൂവി മലയാളത്തിലേക്ക് ചെയ്തപ്പോൾ അതിലൊരു 5-6 പാട്ടുകൾ ഞാൻ ലിറിക്സ് ചെയ്തു ആദ്യമായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ചെയ്യുന്നത് തേനീച്ചയും പീരങ്കിപ്പടയും, അത് തേജ് മർവിൻ മ്യൂസിക് ചെയ്ത മൂവിയാണ്. അതിനകത്ത് പാട്ട് എഴുതി. പിന്നീട് നെക്സ്റ്റ് വൺ സൂഫിയും സുജാതയാണ്. അതിനകത്ത് എഴുതി എം ജയേന്ദ്ര സാറിൻ്റെ മ്യൂസിക്കിൽ. പിന്നെ ആസിഫ് അലിയുടെ കൊത്ത് എന്ന് പറഞ്ഞൊരു മൂവി സിബി മലയിൽ സാറിൻ്റെ, അതിനകത്തൊരു സിറ്റുവേഷൻ സോങ് എഴുതി. പിന്നെ ഏറ്റവും അഭിമാനത്തോടു കൂടി എനിക്ക് എക്കാലത്തും എനിക്ക് എൻ്റെ മക്കൾക്ക് എടുത്തു പറയാനുള്ളത് 5 ഭാഷകളിൽ ഇറങ്ങിയ പിന്നെ മരക്കാർ അറബികളിലെ സിംഹം. അത് ആ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. റോണി റാഫേലാണ് പിന്നെ എൻ്റെ മ്യൂസിക് ഉണ്ടായത്. അതിൽ പ്രിയദർശൻ സാറിൻ്റെ സംവിധാനത്തിൽ ലാൽ സാറിൻ്റെ മൂവിയിൽ പാട്ട് എഴുതി. ഇത്രയും പടങ്ങൾക്ക് ഞാൻ പാട്ട് എഴുതിയിട്ടുണ്ട്. ഹാപ്പിയാണപ്പോൾ? പിന്നെന്താ, പ്രതീക്ഷിക്കാതെ കിട്ടിയ സംഭവങ്ങളല്ലേ. ഇത്ര ആകൂന്നൊക്കെ ഓർത്തിട്ടുണ്ടോ? മീൻസ് ഇത്രയും ഡെവലപ്പായി ഈ ഒരു സ്റ്റേജിൽ നിൽക്കാൻ പറ്റുമെന്ന് ഷാഫിക്ക ചെറുപ്പകാലത്ത് ആഗ്രഹിച്ചിട്ടുണ്ടോ? നെക്സ്റ്റ് ബ്രീത്ത് എന്താന്ന് പോലും എനിക്കറിയില്ല. അതിനെക്കുറിച്ച് ആലോചിക്കലും അന്വേഷിക്കലും ശ്രമം ഉണ്ടാവാറുണ്ട്. നാളേക്ക് നല്ലത് ചെയ്യണം എന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ വെക്കാറുണ്ട്. പക്ഷെ അങ്ങനെ നടക്കാൻ പാടുള്ളൂ എന്നുള്ള ശാഠ്യോ അല്ലെങ്കിൽ അതറിയാൻ വേണ്ടിയിട്ട് വേറെ ആരുടെ പോയിട്ട് നിൻ്റെ നാളുകൾ എന്താണെന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്ന പരിപാടിയൊന്നുമില്ല. എൻ്റെ നാളുകൾ എന്താണോ പഠിച്ചോന്ന് എനിക്ക് തീരുമാനിച്ചിരിക്കുന്നത്, എനിക്ക് അങ്ങനെ പോയാൽ മതി. ഫ്യൂച്ചറിൽ എന്താണ് ഷാഫിക്കയുടെ ഡ്രീം? അങ്ങനെ എന്തെങ്കിലും ഒരു ഉണ്ടോ? അതൊക്കെ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവില്ലേ, മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഉണ്ടാവും. എൻ്റെ പ്രൊഫഷൻ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഇതിനകത്ത് ഒരുപാട് സ്പേസ് ഇൻഡിവിജ്വൽ ആൽബത്തിൽ ഇനിയും ബാക്കിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനെ കൊണ്ട് സമ്പാദിക്കുക എന്നുള്ളതൊക്കെ രണ്ടാം ഘട്ടമായിട്ട് ഞാൻ കാണുന്നത്. ചിലരൊക്കെ പറയുന്നേക്കാം എനിക്ക് കലാമൂല്യങ്ങളോടല്ല ഈ സമ്പത്തിനോടാണ് ഭയങ്കര, നമുക്ക് ഇതിനെ കൊണ്ട് എന്തുണ്ടാക്കാൻ പറ്റുന്നുള്ളത്. അങ്ങനത്തെ ആളുകളെ കലാലോകത്ത് വെച്ച് പൊറപ്പിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനെയാണ്. കാരണം അതിനോട് പറ്റിയ മേഖലയല്ല ഇത്. ഇതൊരു ഡെഡിക്കേഷൻ മേഖല. ഇത് നാടകം മുതൽ കവിതകൾ മുതൽ പണ്ടേ വിപ്ലവകരമായ മാറ്റങ്ങൾ, ഇവിടെ അധാർമികമായി നടന്നുകൊണ്ടിരുന്ന അനാചാരങ്ങളെ തച്ചുടച്ചുകൊണ്ട് മുന്നേറിയിട്ടുള്ള വിപ്ലവകരമായ മുഴുവൻ മാറ്റങ്ങൾക്കും ചുക്കാൻ പിടിച്ചത് കലകളാണ്. അപ്പോൾ കലാകാരൻ എന്ന് പറയുന്നത് ജനങ്ങളുടെ പ്രതിനിധി മാത്രമല്ല, വലിയ ഉത്തരവാദിത്തമാണ്. ആ റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത കുറേ പേര് ഈ പണം ഉണ്ടാക്കുക എന്നുള്ള ഒരു മീഡിയ ആയിട്ട് ഇതിനെ കണ്ടു കഴിഞ്ഞാൽ അവിടെയാണ് ഇതിന് തകർച്ചയുള്ളത്. അത്രക്കാരെ ശരിക്കും കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാതിരിക്കേണ്ടത് ഓഡിയൻസിൻ്റെ ചുമതലയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഇനി ഒരുപാട് സ്പേസ് ഉണ്ട്. കലാപരമായിട്ട് നമുക്ക് വ്യത്യസ്തകൾ ജനങ്ങൾക്ക് സമർപ്പിക്കാൻ പറ്റിയ, ഉദാഹരണത്തിന് പറയുക, ഒരു 10 വർഷം മുമ്പ് മ്യൂസിക്കൽ സിനിമ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ആൽബം മീഡിയയിലേക്ക് ഞാനൊരു പുതിയൊരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം ഞാനൊരു പ്രൊഡ്യൂസറുടെ അടുത്ത് ഈ സംഗതി ഒരു കമ്പനിയുടെ മുതലാളിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അതൊന്നും ഇവിടെ ചിലവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ടടുത്ത് ഗാലറി വിഷനിൽ വന്നിട്ട് ഇവിടുന്ന് ഞാൻ ഷർഫിൻ്റെ അടുത്ത് പറഞ്ഞടാ എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്. ഷർഫിനാണെങ്കിൽ ആ സമയത്ത് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള സാമ്പത്തിക ചുറ്റുപാട് കമ്പനിക്കില്ല. ആ സമയത്ത് CD-യുടെ പൈറസി പ്രോബ്ലം ഒക്കെ ആയിട്ട് ആകെ എല്ലാവരും പൂട്ടിക്കെട്ടി മടങ്ങുന്നുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ ഒരു ഐഡിയയും കൊണ്ടുവരുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് പാട്ടിനെ ആ പാട്ടിൻ്റെ അതേ രാഗത്തിലും അതേ പിച്ചിലും അതേ സ്കെയിലും പുതിയ കുറച്ച് BGMs ചേർത്തിട്ട് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് 10-15 മിനിറ്റിലേക്ക് ലെങ്ത് കൂട്ടുക. എന്നിട്ട് ഡയലോഗ് സിറ്റുവേഷൻസ് ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കുക. അവിടെ അവസാനിപ്പിക്കൽ മാത്രമല്ല, അടുത്ത പാട്ടിലേക്ക് ഈ ഇതിൻ്റെ തുടർക്കഥ പോലെ ഇതിലെ കഥാപാത്രങ്ങളുടെ കോണ്ടാക്റ്റ് അല്ലല്ല അടുത്ത അതേ വർക്കിലെ കണ്ടിന്യൂറ്റി അടുത്ത പാട്ടിലും കൊടുത്തുകൊണ്ട് ക്ലൈമാക്സ് ഇപ്പോൾ 5 പാട്ടുണ്ടെങ്കിൽ 4 പാട്ടിൽ കഥകൾ, പലവിധ കഥകൾ പറഞ്ഞു പോയി ഇതിലെല്ലാ കഥാപാത്രങ്ങളും ഒരുമിക്കുന്ന ക്ലൈമാക്സിലെ ഒരു സോങ്ങിലേക്ക് കൊണ്ടെത്തിക്കുന്ന മ്യൂസിക്കൽ സിനിമ എന്ന് പറയുന്ന, സോങ് സിനിമ എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയതാണ്. എന്നിട്ട് അതിന് ശേഷം ആ ഐഡിയ തന്നെ എൻ്റെതാണ്. അതായത് മുമ്പ് വേറെ എവിടെയും സംഭവിച്ചിട്ടൊന്നുമില്ല.
അത് ഈ കോപ്പി പറഞ്ഞ മെയിൻലി പ്രൊഡ്യൂസർ അടക്കം പിന്നീട് എനിക്ക് പുള്ളിയുടെ പിന്നെ പ്രൊഡക്ഷനിൽ ഓ എന്നെ കൊണ്ട് ചെയ്യിച്ചു എന്നുള്ളതാണ്. യെസ് അതൊക്കെ ഞാനത് റിവഞ്ച് ഒന്നും ആയിട്ട് എടുക്കുന്നില്ല. പക്ഷെ തിരിച്ചറിവാണത്. അംഗീകരിക്കപ്പെടേണ്ടതാണെന്ന് മനസ്സിലായപ്പം പുള്ളി എന്നെ കൊണ്ട് സോങ് സിനിമ ചെയ്യിച്ചു. ഞാൻ വൃത്തിക്ക് ചെയ്തു കൊടുത്തു. അത് ഇപ്പം യൂട്യൂബിൽ ഉണ്ട്, ഉണ്ട്. കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോഴും എൻ്റെ മൈൻഡിൽ ഇതിനകത്ത് ഇനിയും സ്പേസ് ഉണ്ടെന്ന് എനിക്കറിയാം.